ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് കരിമീനാണ് കിട്ടിയത് കേട്ടോ. അപ്പം ഇന്ന് കരിമീൻ പൊള്ളിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കരിമീൻ പൊള്ളിക്കാൻ ആദ്യം നല്ല മീൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം സാധാരണ നമ്മൾ മസാല തേക്കില്ല, അതേപോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇഞ്ചിയൊക്കെ അരച്ച പേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. അപ്പോൾ അതാണ് തേച്ച് പിടിപ്പിച്ചിരുന്നത്. എന്നിട്ട് തേച്ചതിന് ശേഷം ഒരു 5-10 മിനിറ്റ് അത് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് സാധാരണ മീൻ പൊരിക്കണ പോലെ തന്നെ മീൻ പൊരിച്ചെടുത്ത് മാറ്റി വെക്കുക. ഫുൾ മീനും പൊരിച്ചെടുക്കണം കേട്ടോ. ഈ പൊരിച്ചെടുത്ത മീനിലെ എണ്ണയിൽ ബാക്കി വരുന്ന എണ്ണയിലാണ് മസാല ഉണ്ടാക്കുന്നത്. അതിനാവശ്യമുള്ള സാധനങ്ങൾ വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ വലിയ ഉള്ളി, തക്കാളി, പിന്നെ കുറച്ച് ഒരു അരമുറി നാളികേരത്തിൻ്റെ പാലും പിഴിഞ്ഞിട്ട് മാറ്റി വെക്കണം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും ചതച്ച് വെക്കുക. പിന്നെ വലിയ ഉള്ളി, തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. പൊരിച്ചെടുത്ത ബാക്കി വരുന്ന എണ്ണയല്ലേ, അതിലാണ് ഇതിന് വഴച്ചെടുക്കേണ്ടത്. ആദ്യം വലിയ ഉള്ളി ഇടുക, ഒരു നുള്ളി ഉപ്പിടുക, പിന്നെ തക്കാളി ഇടുക. തക്കാളി വേണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടപ്പോഴത്തെ തക്കാളി ഭയങ്കര തൊലി നല്ല കട്ടിയാണ്. അത് നല്ല വഴറ്റിയെടുക്കണം. അപ്പോൾ വലിയ ഉള്ളിയും തക്കാളിയും നല്ലതുപോലെ വഴറ്റണം. വഴഞ്ഞ് വരുമ്പോൾ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കൊന്നുള്ളി, മല്ലിപ്പൊടി, പിന്നെ കറിവേപ്പില, പാകത്തിന് ഉപ്പ് എല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ വഴറ്റുക. പിന്നെ എണ്ണ വേണമെന്നൊന്നുമില്ല, കാരണം അത്രയും എണ്ണ മീനിൻ്റെ എണ്ണ അതിലുണ്ടാവും. ആ എണ്ണയിൽ തന്നെയാണ് വഴറ്റിയെടുക്കേണ്ടത്. നല്ല വഴഞ്ഞും പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കുക. അപ്പോൾ അതിലേക്ക് കുറച്ച് നാളികേരപ്പാൽ കുറച്ച് നാളികേരപ്പാൽ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം. പിന്നെ നാളികേരപ്പാലൊക്കെ ഒന്ന് ഇതൊക്കെ കൂടി തിളച്ചെന്ന് കണ്ടിട്ട് അതിലേക്ക് പൊരിച്ച് വെച്ച മീൻ അതിലേക്ക് ഇടുകയാണ് ചെയ്യണത്. എല്ലാ മീനും അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് നാളികേരപ്പാലും കൂടി ഒഴിച്ചിട്ട് അടച്ച് വെക്കുക. പിന്നെ ഒരു വാഴയില ഒരു ദോശക്കല്ലിൽ അടുപ്പത്ത് വെച്ച് അതിലേക്കാണ് ഈ മീൻ ഉണ്ടാക്കിയ മസാലക്കൂട്ട് അതിലേക്ക് ഇട്ട് ബാക്കി വരുന്ന നാളികേരപ്പാലും കൂടി അതിലേക്ക് ഒഴിച്ചിട്ട് വാഴയില നല്ലതുപോലെ കെട്ടിയിട്ട് അടച്ച് വെക്കണം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ നാളികേരപ്പാലൊക്കെ അതിലിട്ട് പിടിച്ച് നല്ല മണം ഉണ്ടാവും. കഴിക്കാനും നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ഇത് മാത്രം മതി നമുക്ക് ചോറിനാൻ. വേറെ ഒന്നും വേണ്ട. ഇതിൻ്റെ മസാല കൂട്ടി ചോറിനാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ മീൻ പൊള്ളിച്ചത് റെഡിയായി. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ.